ഭൂമിയിൽ ഏറ്റവും കൂടുതൽ രഹസ്യങ്ങളും നിഗൂഢതകളും എവിടെയാണ് നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരേ ഒരു ഉത്തരം എന്നത് 9 രാജ്യങ്ങളിലായിട്ട് വിശാലമായി പരന്നു കിടക്കുന്ന ആമസോൺ മഴക്കാടുകളാണ്. ലോകത്തിലെ 3-ലധികം ജീവജാലങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് ഈ പറഞ്ഞ ആമസോൺ മഴക്കാടുകൾ എന്നത്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് ആമസോൺ വനത്തിനുള്ളിൽ മാത്രം കാണപ്പെടുന്ന ചില വിചിത്ര ജീവജാലങ്ങളെയാണ്. ചില കണക്കുകൾ അനുസരിച്ച് ആമസോൺ എന്ന ഈ ഒരു വനത്തിന്റെ വെറും 6% വരുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഇന്ന് മനുഷ്യന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഇതിൽ തന്നെ ഈ പറഞ്ഞ ചെറിയൊരു ഭാഗത്തു നിന്നു തന്നെ 10,000-ലധികം വരുന്ന ജന്തുജീവികളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരം ജീവജാലങ്ങളിൽ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് പോയിസൺ ഡാർക്ക് ഫ്രോഗ്. തെക്കേ അമേരിക്കൻ മഴക്കാടിനുള്ളിലാണ് പ്രധാനമായും ഇത്തരം ഡാർക്ക് ഫ്രോഗുകളെ കണ്ടുവരുന്നത്. വ്യത്യസ്ത ഭംഗിയുള്ള ആരെയും ഒരുപോലെ ആകർഷിക്കുന്ന നിറങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത്. ഇത്തരം ഭംഗിയുള്ള നിറത്തിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, അതാണ് അപകടം. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഇവരെ ഇത്തരം നിറങ്ങൾ വളരെയേറെ സഹായിക്കുന്നുണ്ട്. 170-ലേറെ തരം പോയിസൺ ഡാർക്ക് ഫ്രോഗുകൾ ഇന്ന് ആമസോൺ വനത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ജീവിച്ചു വരുന്നു. എന്നിരുന്നാലും പല ഭാഗങ്ങളിലായിട്ടുള്ള തവളകൾക്ക് വ്യത്യസ്ത നിറങ്ങളാണുള്ളത്. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന ഭംഗിയുള്ള നിറങ്ങൾ. ഇവയുടെ പ്രധാന ഭക്ഷണങ്ങൾ എന്നത് ഈച്ചയും ചെറിയ പ്രാണികളും പുൽച്ചാടിയും ഒക്കെയാണ്. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ജീവികളിൽ നമുക്ക് ഇവയെ കാണാവുന്നതാണ്. ത്വക്കിലൂടെയാണ് ഇവർ ഇത്തരത്തിൽ തന്നെ വിഷം പുറത്തുവിടുന്നത്. ഇത്തരത്തിലുള്ള ഒരു തവളയുടെ വിഷത്തിന് 10 മനുഷ്യരെ വരെ കൊല്ലാൻ സാധിക്കുമെന്നതാണ് പറയപ്പെടുന്നത്. അത്രയേറെ അപകടകാരികളാണ് ഇക്കൂട്ടർ. ഫയർ ബില്ലീഡ് സ്നേക്ക് എന്ന പേരുള്ള ഒരു തരം പാമ്പിന് മാത്രമാണ് ഇവരെ തിന്നാനുള്ള കപ്പാസിറ്റി ഉള്ളത് എന്നു കരുതി ഇവർ ഇന്ന് അത്രയേറെ സുരക്ഷിതരൊന്നുമല്ല. വനമലിനീകരണവും നശീകരണവും കാരണമായിട്ട് വലിയ വംശനാശ ഭീഷണി നേരിടുന്നവരാണ് ഇത്തരം തവളകൾ എന്നത്. രണ്ടാമതായിട്ട് വരുന്നത് ബുള്ളറ്റ് ആൻഡ്. ആമസോൺ മഴക്കാടിനുള്ളിലെ അപകടകാരികളായിട്ടുള്ള ജീവികളിൽ ഒന്നാണ് ഇത്തരം ബുള്ളറ്റ് ഉറുമ്പുകൾ എന്നത്. 1.5 ഇഞ്ചോളം നീളത്തിൽ ഇവക്ക് വളരാനായിട്ട് സാധിക്കുന്നതാണ്. ഇവയുടെ ഒരു കുത്ത് എന്നത് വെടിയേറ്റതിന് തുല്യമാണെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ഇതുകൊണ്ടാണത്രേ ഇവക്ക് ബുള്ളറ്റ് ആൻഡ് എന്ന പേര് വന്നതും. ഇവയുടെ വിഷത്തിൽ ന്യൂറോടോക്സിൻ അടങ്ങിയതിനാൽ തന്നെ ഇവയുടെ ഒരു കുത്ത് കിട്ടിയാൽ പോലും ഒരാളെ 8 മണിക്കൂർ വരെ വേദനിപ്പിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള 2-3 ഉറുമ്പുകൾ ചേർന്ന് കഴിഞ്ഞാൽ ഇവക്ക് ഒരു മനുഷ്യരെ വരെ കൊല്ലാൻ സാധിക്കുന്നതാണ്. സാധാരണയായിട്ട് ഇവ താമസിക്കുന്നത് മരങ്ങളിലും ചെറിയ കുറ്റിച്ചെടികളിലുമാണ്. മൂന്നാമതായിട്ട് വരുന്നത് ബ്രസീലിയൻ വാണ്ടറിംഗ് സ്പൈഡർ. സൗത്ത് അമേരിക്കൻ കാടിനുള്ളിലാണ് ഇവയെ അധികവും കണ്ടുവരുന്നത്. ലോകത്തിലുള്ള വിഷമുള്ള ജീവികളിൽ നമുക്ക് ആദ്യ സ്ഥാനത്തു തന്നെ ഇവയെ കാണാവുന്നതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൂർഖൻ പാമ്പുകളെക്കാൾ വിഷമാണ് ഇവക്കുള്ളത്. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള എട്ടുകാലി എന്ന പേരിൽ ഗിന്നസ് റെക്കോർഡ് വരെ ഈ ഒരു ചിലന്തിയുടെ പേരിലാണ്. ഇത്തരം ഒരു എട്ടുകാലിയുടെ വിഷത്തിന് 10 മനുഷ്യരെ വരെ കൊല്ലാൻ ശേഷിയുണ്ട്. നാലാമതായിട്ട് വരുന്നത് ഹാർപ്പി ഈഗിൾ. വലുപ്പത്തിലും കരുത്തിലും നമുക്ക് ഇവയെ പരുന്തുകളുടെ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് കാണാവുന്നതാണ്. ആമസോൺ വനത്തിനുള്ളിലെ പറക്കുന്ന അപകടകാരികൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. 8 അടിയോളം നീളമുള്ള വലിയ ചിറകുകളും 10 കിലോക്ക് മുകളിൽ തൂക്കം വരുന്നവരാണ് ഇത്തരം പരുന്തുകൾ എന്നത്. നഖങ്ങളാണ് ഇവയുടെ പ്രധാന ആയുധം എന്നത്. 5 ഇഞ്ചോളം നീളത്തിലുള്ള മൂർച്ചയേറിയ നഖങ്ങൾ കൊണ്ടാണ് ഇവ ഇത്തരത്തിൽ തന്നെ ഇരകളെ പിടിക്കാറുള്ളത്. കുരങ്ങന്മാർ, അഗൂട്ടികൾ എന്നിങ്ങനെയുള്ള വലിയ മൃഗങ്ങളെയാണ് ഇവർ പ്രധാനമായും തന്നെ ഭക്ഷണമാക്കാറുള്ളത്. അഞ്ചാമതായിട്ട് വരുന്നത് ഇലക്ട്രിക്കൽ ഈൽ. ആമസോൺ വനത്തിനുള്ളിൽ കണ്ടുവരുന്ന അപകടം നിറഞ്ഞ മറ്റൊരു ജീവിയാണ് ഇലക്ട്രിക്കൽ ഈലുകൾ എന്നത്. തെക്കേ അമേരിക്കൻ നദികളിലാണ് ഇവയെ അധികവും കണ്ടുവരുന്നത്. ശരീരത്തിൽ നിന്ന് വൈദ്യുതി പുറത്തുവിടാൻ കഴിവുള്ള ഏക മത്സ്യമാണ് ഇത്തരം വിഭാഗം എന്നത്. ഇവയുടെ ശരീരത്തിൽ നിന്നും പുറത്തുവരുന്ന വൈദ്യുതിക്ക് ഒരു മുതലയെ വരെ കൊല്ലാനായിട്ട് ശേഷിയുണ്ട്. സാധാരണ ഒരു വലിയ ഇലക്ട്രിക്കൽ ഈൽ മത്സ്യം ഇത്തരത്തിൽ തന്നെ പുറത്തുവിടുന്ന വൈദ്യുതി എന്നത് 600 വോൾട്ടാണ്. ഒരു മനുഷ്യനെ കുറച്ചു സമയത്തേക്ക് അബോധാവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുമെങ്കിലും കൊല്ലാനുള്ള ശക്തി ഒരു ഇലക്ട്രിക്കൽ ഈലിന് ഇല്ല എന്നതാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇത്തരത്തിൽ തന്നെ സ്വാഭാവികമായും 2-3 ഇലക്ട്രിക്കൽ ഈലുകൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കൊല്ലാനായിട്ട് സാധിക്കുന്നതാണ്. സാധാരണ ഇത്തരം മത്സ്യങ്ങൾ അവരുടെ വൈദ്യുതി ഉപയോഗിക്കുന്നത് ഇര പിടിക്കാനായിട്ടും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനുമാണ്.
ആറാമതായിട്ട് വരുന്നത് ആമസോണിയൻ സെന്റിപെയ്ഡ്. സൗത്ത് അമേരിക്കൻ കാടുകളിലാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത്. ആമസോൺ വനത്തിനുള്ളിലെ ഏറ്റവും അപകടം നിറഞ്ഞ സെന്റിപെയ്ഡുകൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. മഞ്ഞ നിറത്തിലുള്ള കാലുകളാണ് ഇവയെ മറ്റു സെന്റിപെയ്ഡുകളിൽ നിന്നെല്ലാമായിട്ട് വ്യത്യസ്തനാക്കുന്നതും ഭംഗിയുള്ളതാക്കുന്നതും. 10 മുതൽ 13 ഇഞ്ച് നീളത്തിൽ വരെ ഇവക്ക് വളരാനായിട്ട് കഴിയുന്നതാണ്. പല്ലികൾ, ചെറിയ പ്രാണികൾ, തവളകൾ എന്നിവയെല്ലാമാണ് ഇവർ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. ഏഴാമതായിട്ട് വരുന്നത് പിരാന. ആമസോൺ വനത്തിനുള്ളിലെ ഏറ്റവും അപകടം നിറഞ്ഞ മത്സ്യങ്ങളായിട്ടാണ് പൊതുവെ പിരാനകളെ അറിയപ്പെടുന്നത്. ആമസോൺ കാടിനുള്ളിലെ ശുദ്ധജല തടാകങ്ങളിലാണ് ഇവ കൂടുതലും വളരുന്നത്. ഇവയുടെ മുമ്പിൽ വരുന്ന ഏതൊരു ജീവികളെയും മനുഷ്യരെയും ഇവർ ഇത്തരത്തിൽ തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് ആക്രമിച്ച് ഭക്ഷിക്കുന്നതാണ്. രക്തത്തെ വളരെ വേഗത്തിൽ തന്നെ മണത്തറിഞ്ഞ് ആകർഷിക്കാനായിട്ട് ഇവക്ക് സാധിക്കുന്നതാണ്. ഇവയെ പൊതുവെ കാണപ്പെടുന്നത് ഓരോ ഗ്രൂപ്പുകളായിട്ട്, ഓരോ കൂട്ടമായിട്ടാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായിട്ടാണ് ഇവർ ഇത്തരത്തിൽ തന്നെ ഓരോ കൂട്ടമായിട്ട് നടക്കാറുള്ളത്. ഇത്തരത്തിൽ തന്നെ ഇരകളെ ഇവർ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നീട് കൂട്ടമായി ആക്രമിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടുവരുന്നത്. എട്ടാമതായിട്ട് വരുന്നത് ഗ്രീൻ അനാക്കോണ്ട. നിരവധി വിഷമുള്ള പാമ്പുകളുടെ ഒരു ആവാസ കേന്ദ്രം തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ആമസോൺ മഴക്കാടുകൾ എന്നത്. എന്നാൽ ഇത് ഒരു മാസത്തേക്ക് പിന്നെ ഒന്നും തന്നെ കഴിക്കില്ല. ഒൻപതാമതായിട്ട് വരുന്നത് അസാസിൻ ബഗ്ഗുകൾ. പേര് പോലെ തന്നെ ഇവയെ കാണാൻ ചെറുതാണെങ്കിലും അപകടത്തിന്റെ കാര്യത്തിൽ മുന്നിൽ തന്നെയാണ്. ഇവയുടെ മുൻഭാഗത്തായിട്ട് കാണുന്ന 2 ചെറിയ കൊമ്പുകൾ പോലുള്ള ഭാഗങ്ങൾ കൊണ്ടാണ് ഇവ പ്രധാനമായും ഇരകളെ ആക്രമിക്കാറുള്ളത്. ഇവയുടെ ഉമിനീര് തന്നെയാണ് ഇവയുടെ വിഷമെന്നതും. മനുഷ്യർക്ക് ഇവരെ കൊണ്ട് വലിയ ഭീഷണിയൊന്നും തന്നെ ഇല്ലെങ്കിലും ആമസോൺ വനത്തിനുള്ളിലെ മറ്റു ജീവികൾക്കും പ്രാണികൾക്കുമെല്ലാം തന്നെ ഇവർ വലിയ അപകടകാരികളാണ്. ഇവയുടെ ഇത്തരം ഉമിനീര് വിഷം കാരണമായിട്ട് ഓരോ വർഷവും 12,500 ചെറിയ പ്രാണികൾക്കാണ് ജീവനില്ലാതാകുന്നത്. 10ാമതായിട്ട് വരുന്നത് ബുൾ ഷാർക്ക്. ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച ഷാർക്കുകളായിട്ടാണ് പൊതുവെ ഈ ഒരു വിഭാഗത്തെ അറിയപ്പെടുന്നത്. 11 അടിയിലധികം നീളവും 700 പൗണ്ട് വരെ തൂക്കവും വരുന്ന ഇവരുടെ ആവാസ കേന്ദ്രമാണ് നമ്മൾ ഈ പറഞ്ഞ ആമസോൺ കാടുകൾ എന്നത്. നദികളിലെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിലാണ് ഇവക്ക് കൂടുതലും സഞ്ചരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഉപ്പുവെള്ളത്തിലും അതുപോലെ തന്നെ ശുദ്ധജലത്തിലും ഒരുപോലെ ജീവിക്കാനായിട്ട് ഇവക്ക് സാധിക്കുന്നതാണ്. ഇവയുടെ മൂർച്ചയേറിയ താടിയെല്ലുകൾ കൊണ്ടാണ് ഇവ പൊതുവെ ഇരകളെ ആക്രമിക്കാറുള്ളത്. വിശന്നു കഴിഞ്ഞാൽ മുമ്പിൽ വരുന്ന എന്തിനേയും ഇവ ഭക്ഷണമാക്കുന്നു. ഡോൾഫിനുകൾ, ആമകൾ, പക്ഷികൾ ഇവയെല്ലാമാണ് ഇവരുടെ ഇഷ്ടഭക്ഷണങ്ങൾ എന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഈ പറഞ്ഞ ജീവജാലങ്ങളിൽ നിങ്ങളെ അതിശയിപ്പിച്ച, അത്ഭുതപ്പെടുത്തിയ ജീവി ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല ഒരുപാടധികം വീഡിയോകളുമായിട്ട് കാണാം. താങ്ക്